പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവത്തിന്റെ നിസ്തുല്യമായ നാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കിപ്രകാരം ഈ മാസം ഈ ഒരു ചൊവ്വാഴ്ച കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. വിശ്വസ്തനായ നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം, അവനെ സ്തുതിക്കാം. അവൻ ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കായി നമുക്ക് അവന് നന്ദി പറയാം. അടുത്തടുത്ത് 2 ആഴ്ച എബ്രായ ലേഖനത്തിൽ നിന്നും ചിന്തിക്കുവാൻ കർത്താവ് ഇങ്ങനൊരു അവസരം ഒരുക്കി. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ, കൊതിയോടെ നമുക്ക് അവന്റെ സന്നിധിയോട് ചേർന്നിരിക്കാം. ദൈവമേ, നിന്റെ വചനത്തിന്റെ മർമ്മങ്ങളെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടം യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം നമ്മുടെ കർണങ്ങളിൽ മുഴങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ഓരോ ഭൂഖണ്ഡത്തിലും ഓരോ രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തിന്റെ വളർച്ചയെ മുൻനിർത്തി സാമ്പത്തികമായും വ്യാപാര സംബന്ധമായും എല്ലാം തങ്ങളുടേതായ താല്പര്യങ്ങളെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കുകയും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ എവിടെയൊക്കെയോ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം കൂടുതലായി നമ്മെ തന്നെ ആത്മപരിശോധന നടത്തുകയും കൂടുതലായി വിശ്വാസത്തിൽ ഉറക്കുകയും കൂടുതലായും നമ്മുടെ പ്രത്യാശയിൽ നാം മുറുകെ പിടിക്കുകയും സ്നേഹത്തിൽ വർദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു സമയത്തും കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. 11-ാം അധ്യായത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ കയറി ഇറങ്ങി നമ്മൾ ചിന്തിച്ചു. എന്താണ് വിശ്വാസം, അതിന് കൊടുത്തിട്ടുള്ള ചില ഉദാഹരണങ്ങൾ, ദൈവം ചില മികച്ചതായ വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ഇത് നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. 12-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പല വാക്യങ്ങളും ഉൾക്കൊള്ളുന്ന, പല നല്ല ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 12-ാമത്തെ അധ്യായം. ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു ഓട്ടത്തെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആരംഭിക്കുന്നത്
ആകയാൽ എന്നുള്ളൊരു പദം വെച്ചിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അതിനു മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യത്തെ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരമുള്ള പദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. 12-ാം അധ്യായം ഒരു തുടർച്ചയാണ്. 11-ാം അധ്യായത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് 12-ാമത്തെ അധ്യായം വരുന്നത്. 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആകയാൽ എന്നുള്ള പദം 11-ാം അധ്യായത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? വിശ്വാസികളുടെ ഒരു നീണ്ട പട്ടികയാണ് നമ്മൾ കണ്ടത്. 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ പിന്നീട് അതിന്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോഴല്ല, വിശ്വാസികളുടെ നീണ്ട പട്ടിക നമുക്ക് അവിടെ കാണാം. ഹാബേലിൽ ആരംഭിച്ച് അനേകം പേരുകൾ ആ പട്ടികയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും എന്ന് പറയുമ്പോൾ നാം അവിടെയുണ്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും. ഏതാണ് ഇത്ര വലിയ സമൂഹം? സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ഏതാണ്? അതെ, നമുക്ക് മുന്നമേ ഓട്ടം തികച്ചിട്ടുള്ളവരെയാണ് ഇവിടെ പറയുന്നത്. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ഈ സാക്ഷികളുടെ പട്ടികയിൽ, ഈ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിൽ ആരെല്ലാം ഉൾക്കൊള്ളുന്നു? 11-ാം അധ്യായത്തിൽ പറയുന്നതായ ഹാബേൽ മുതൽ 4-ാം വാക്യത്തിൽ ഹാബേൽ, 5-ാം വാക്യത്തിൽ ഹാനോക്ക്, 7-ാം വാക്യത്തിൽ നോഹ, 8-ാം വാക്യത്തിൽ പറയുന്ന അബ്രഹാം, 11-ാം വാക്യത്തിൽ പറയുന്ന സാറ, 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്ഹാക്ക്, 21-ാം വാക്യത്തിൽ യാക്കോബ്, 22-ാം വാക്യത്തിൽ യോസെഫ്, 23-ാം വാക്യത്തിൽ മോശ. പിന്നീട് നമ്മൾ 29-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ പറ്റിയിട്ട്, അവരുടെ വിശ്വാസത്തെ പറ്റിയിട്ട് അവിടെ പറയുന്നു. 31-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രാഹാബ് എന്നൊരു വേശ്യ ഈ ഒരു വിശ്വാസികളുടെ പട്ടികയിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാം. 32-ാം വാക്യത്തിൽ ഗിദ്യോൻ, ബാരാഖ്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഈ പട്ടിക ഇനിയും നീണ്ടതാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, പഴയ നിയമകാലത്ത് വിശുദ്ധിയോടെ ജീവിച്ചവരായ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ ഓട്ടത്തിൽ നാം തനിച്ചല്ല. ദൈവം നമുക്ക് നൽകിയതായ ഈ ജീവിതം, ഈ വിശ്വാസത്തിന്റെ പ്രയാണം, ഈ വിശ്വാസത്തിന്റെ ഓട്ടം, ആ ഓട്ടത്തിൽ നാം ഏകനല്ല, നാം ഒറ്റയ്ക്കല്ല. ഈ ഓട്ടം ഓടിയ, വിശ്വാസത്തിന്റെ ഓട്ടം ഓടിയ ധാരാളം സാക്ഷികൾ നമുക്ക് ചുറ്റും നിൽക്കുന്നു. നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും
നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. നാം ട്രാക്കിലൂടെ ഓടുന്നു, അതിന്റെ ഇരുവശങ്ങളിലുമായി ഈ ഓട്ടം തികച്ച വിശ്വാസത്തിന്റെ ഓട്ടം ഓടിയ അനേകം സാക്ഷികൾ നമുക്ക് പ്രചോദനമായി നമ്മളുടെ വശങ്ങളിൽ നിൽക്കുന്നു. നാം ഒറ്റയ്ക്കല്ല ഈ ഓട്ടത്തിൽ. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രിയമുള്ളവരെ, നമുക്ക് മുൻപിൽ ഒരു ഓട്ടമുണ്ട്. ഒരു ഓട്ടം നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഓട്ടം എങ്ങനെ ഓടണം എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഓട്ടം സ്ഥിരതയോടെ ഓടണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്പം ഓടി നിർത്തുന്നതല്ല വിശ്വാസത്തിന്റെ ഈ ഓട്ടം. കുറച്ചു ദൂരം സഞ്ചരിച്ച് മാറി നിൽക്കുന്നതല്ല ഈ ഓട്ടം. ഈ ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടതാണ്. സ്ഥിരതയോടെ ഓടണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. ഒന്ന്, നാം നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നാം വിടണം. ഭാരം നാം ഇറക്കി വെക്കണം. സകല ഭാരവും നാം ഇറക്കി വെക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തതായ തെറ്റുകളുടെ ആ ഭാരം, നാം ചെയ്തു പോയ തെറ്റുകളെ പറ്റിയുള്ള ആ ദുഃഖത്തിന്റെ ആ ഭാരം, ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വന്നു പോയിട്ടുള്ള പരാജയങ്ങളുടെ ആ ഭാരം, ജീവിതത്തിൽ ധാരാളം ഉത്കണ്ഠകൾ നമുക്ക് കടന്നു വരുമ്പോൾ ആ ഉത്കണ്ഠകളുടെ ഭാരം, ഈ വിശ്വാസ ജീവിതത്തിൽ അതിന് പ്രതികൂലമായി നിൽക്കുന്ന ധാരാളമായുള്ള ലൗകിക കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ ലൗകിക വിഷയങ്ങളിൽ മേലുള്ള നമ്മുടെ ഭാരം, ഇപ്രകാരം സകല ഭാരവും ഇറക്കി വെച്ചിട്ട്, മാത്രമല്ല നമ്മെ മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് വേണം നാം ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ. പാപം നമ്മെ ബന്ധനത്തിലാക്കുന്നതാണ്. അത് നമ്മെ കെണിയിൽപ്പെടുത്തുന്നതാണ്. അത് മുറുകെ പറ്റുന്ന ഒരു സ്വഭാവം അതിനുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, സകല ഭാരവും അതുപോലെ തന്നെ മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ആ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഇവിടെ ലേഖനകർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എങ്ങനെ ഓടണം? മുറുകെ പറ്റുന്ന സകല ഭാരവും വിട്ട്, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നാം ഓടണം. സാധാരണയായി യാത്രകളിൽ നാം ലഗേജുകൾ കരുതാറുണ്ട്. ദീർഘമായിട്ടുള്ള യാത്രകളിലേക്ക് പോകുമ്പോൾ ഭാരം കൂട്ടുവാനല്ല നാം ശ്രമിക്കാറ്. ഇങ്ങനെയാണ് പറയുന്നത്, ലെസ് ലഗേജ് മോർ കംഫർട്ട്. ലഗേജ് എത്രത്തോളം കുറഞ്ഞിരിക്കുന്നുവോ യാത്രയ്ക്ക് കംഫർട്ട് നൽകുന്നത് ലഗേജ് കുറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, മാരത്തോൺ ഓടുന്നവരെ അതല്ലെങ്കിൽ ഓട്ടം മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ നോക്കിയാൽ നമുക്കറിയാം, ഒരു ഭാരവും ഇല്ലാതെയാണ് അവർ ഓടാനായിട്ട് ശ്രമിക്കുക. അവർ ഇടുന്ന വസ്ത്രവും അവർ ധരിക്കുന്ന ഷൂസും എന്തെല്ലാം അവർ ധരിക്കുന്നുവോ, ഭാരം മാക്സിമം ഒഴിവാക്കിയുള്ള ഓട്ടമാണ് അവർ ഓടുന്നത്. കാരണം ഭാരം കൂടിയാൽ ഓട്ടം പ്രയാസമുള്ളതായി മാറും. ചില ഓട്ടക്കാർ
ഓട്ടം ഓടുന്നവർ അവരുടെ ഷൂ പോലും വളരെ വളരെ കൃത്യതയോടെ അവർ തിരഞ്ഞെടുക്കുള്ളൂ. കാരണം ഭാരം വർദ്ധിക്കരുത്. അവരിടുന്ന വസ്ത്രം നമ്മൾ നോക്കിയാൽ അറിയാം, മിനിമം ഡ്രസ്സാണ്. ഭാരം എത്രത്തോളം കുറഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം ഓട്ടം സുഗമമായിട്ട് ഓടുവാൻ സാധിക്കും. നമ്മളുടെ ഓട്ടത്തെ കൂടുതൽ വേഗതയുള്ളതാക്കാൻ, കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ അധികമായിട്ട് വരുന്ന ഭാരങ്ങളെ നാം ഇറക്കി വയ്ക്കും. ഭാരം ഇറക്കി വെച്ചെങ്കിലേ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സാധിക്കുകയുള്ളൂ. സകല ഭാരവും ഇറക്കി പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും പുറത്തു വന്ന് ഈ ഓട്ടം മുന്നോട്ട് നാം ഓടണം. സ്റ്റക്കായി നിൽക്കാതെ, വീഴ്ചകളിൽ തന്നെ ജീവിതം നിന്നു പോകാതെ, ഒരേ പോരാട്ടത്തിൽ എന്നും തന്നെ നിൽക്കാതെ അതിജീവിച്ച് വിശ്വാസത്തിന്റെ ഓട്ടം നാം മുന്നോട്ട് ഓടുവാൻ ഇവിടെ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് മുൻപേ ഓടിയവർ നമുക്ക് പ്രചോദനമാണ്. അവർ അവരുടെ വിശ്വാസത്തിന് വേണ്ടി അതിന്റെ മുൻപിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ എല്ലാം അതിജീവിച്ച് അവർ ഓടിയ ഓട്ടം അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ആ സംഭവങ്ങൾ അവരുടെ ജീവിതമെല്ലാം നമുക്ക് പ്രചോദനം നൽകുന്നതാണ്. വിശ്വാസികളുടെ, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കും. അവരുടെ പ്രതിഫലത്തിന് വേണ്ടി, അവരുടെ പ്രത്യാശയ്ക്ക് വേണ്ടി എന്താണോ അവരുടെ മുൻപിൽ അവർ ലക്ഷ്യം കണ്ടത്, ആ ലക്ഷ്യത്തിലേക്ക് ഭാരങ്ങളെ ഇറക്കി വെച്ച്, ഭാരമില്ലാത്തത് കൊണ്ടല്ല, ഭാരങ്ങളെ ഇറക്കി വെച്ച് മുറുകെ പറ്റുന്ന പാപത്തെ വിട്ട് ശ്വാസത്തിന്റെ ആ ഓട്ടം അവർ സ്ഥിരതയോടെ ഓടി. ഈ ഓട്ടമാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഈ ഓട്ടത്തിൽ നാം നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ വീക്ഷണം, നമ്മളുടെ നോട്ടം എവിടെയായിരിക്കണം? വിശ്വാസത്തിന്റെ നായകൻ, ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത്, അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ വേറെ ആരുമില്ല. അവൻ അതിന്റെ നായകനാണ്. വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ നോക്കണം. പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കണം. എവിടെയാണ് വിശ്വാസത്തിന്റെ പൂർത്തീകരണം? കർത്താവായ യേശു ക്രിസ്തുവിലാണ് അതിന്റെ പൂർത്തീകരണം. നമ്മളുടെ ഓട്ടം ആരെ ശ്രദ്ധിച്ചായിരിക്കണം? ആരെ നോക്കിയാണ് നാം ഓടേണ്ടത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി വേണം ഈ വിശ്വാസത്തിന്റെ ഓട്ടം നാം ഓടുവാൻ. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. യേശുവിനെ നോക്കി ഓടണം എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം അവനും ഇതുപോലെ ഒരു ഓട്ടം ഓടിയതാണ്. വിശ്വാസത്തിന്റെ ഒരു ഓട്ടം യേശുവും ഓടിയതാണ്. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് യേശു എന്താണ് ചെയ്തത്?
അവന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ സന്തോഷത്തെ ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. അവന്റെ ജീവിതത്തിൽ അനേകർ അവനെ അപമാനിച്ചു. നിന്ദകളും പരിഹാസങ്ങളും അവന് ഏൽക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിലും യേശു അതിനെ അലക്ഷ്യമാക്കി. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ പേരിൽ, നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ, കൂട്ടായ്മ ആചരിക്കുന്നതിന്റെ പേരിൽ, ആരാധനയ്ക്ക് കടന്നു പോകുന്നതിന്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന നിന്ദയും പരിഹാസവും എല്ലാം അലക്ഷ്യമാക്കി യേശുവിനെ നോക്കി നാം ഈ വിശ്വാസത്തിന്റെ ഓട്ടം നാം ഓടണം. യേശു എന്താണ് ചെയ്തത്? അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും സഹിക്കാവുന്നതിന്റെ പരമാവധി യേശു സഹിച്ചു. അവന്റെ അവസാന തുള്ളി രക്തം വരെ ചൊരിയത്തക്ക രീതിയിൽ അവൻ ക്രൂശോളം അതിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് അവൻ ഇരിക്കുകയും ചെയ്തു. എന്തായിരുന്നു അവന്റെ മുൻപിലെ ആ ലക്ഷ്യം? എന്തായിരുന്നു അവന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം? എന്തായിരുന്നു? ഇതിന്റെ എല്ലാം അപ്പുറത്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത്, ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഒരു സമയം വരും എന്നുള്ളതായിരുന്നു അവന്റെ പ്രത്യാശ. ആ പ്രത്യാശയെ അവൻ ഉള്ളിൽ വെച്ച് അതിന്റെ മുമ്പിൽ കടന്നു വന്ന അപമാനം അവൻ അതിനെ അലക്ഷ്യമായി കണക്കാക്കി. അതിന്റെ മുൻപിൽ കടന്നു വന്ന ക്രൂശിനെ അവൻ സഹിച്ചു. ഇതെല്ലാം ചെയ്ത് ഒടുവിൽ അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. യേശു തന്റെ ഓട്ടം പൂർത്തീകരിച്ചു. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. അവൻ പൂർത്തി വരുത്തുവാൻ മതിയായവനാണ്. ഈ യേശുവിനെ ധ്യാനിച്ച്, ഈ യേശുവിനെ കണ്ട് നാം നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടവുമായി മുന്നോട്ട് പോകുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊടുത്തു. ആരെ ധ്യാനിക്കണം? യേശുവിനെ നമ്മൾ ധ്യാനിക്കണം. കാരണം ക്ഷീണിച്ച് മടുത്തു പോകാൻ സാധ്യതയുണ്ട്. ക്ഷീണിക്കുന്നു എന്ന് തോന്നുമ്പോൾ, മടുക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇപ്രകാരം വിരോധങ്ങൾ നേരിട്ടണം. മറ്റുള്ളവരിൽ നിന്നും, പാപികളിൽ നിന്നും ഇപ്രകാരമുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ എതിർപ്പുകൾ കടന്നു വരുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകാതിരിക്കേണ്ടതിന് ഇതെല്ലാം സഹിച്ച യേശുവിനെ നാം ധ്യാനിച്ചു കൊള്ളുവാൻ ഇവിടെ ലേഖനകർത്താവ് നമ്മോട് പറയുകയാണ്. ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് ഇപ്രകാരം സഹിച്ചവനെ നാം ധ്യാനിച്ചു കൊള്ളും. കൺസിഡർ യേശുവിനെ നോക്കുക, അവനെ ധ്യാനിക്കുക. പാപികളാൽ നേരിട്ട വിരോധങ്ങളെ എല്ലാം സഹിച്ച യേശുവിനെ ധ്യാനിക്കുക. സഹനങ്ങളുടെ മേഖലകൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചിലതിനെയെല്ലാം സഹിക്കേണ്ടി വരുമ്പോൾ, നാം വീർപ്പ് മുട്ടുന്ന സാഹചര്യങ്ങൾ, വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ പ്രയാസം കടന്നു വരുന്ന ആ സാഹചര്യങ്ങൾ, എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന സമയത്ത് ഇതെല്ലാം നേരിട്ട ഒരുവനുണ്ട്. ഇതെല്ലാം സഹിച്ച ഒരു കർത്താവുണ്ട്. നിന്ദയും പരിഹാസവും ഏറ്റ ഒരു നാഥനുണ്ട്. ക്രൂശോളം സഹിച്ച ഒരു കർത്തനുണ്ട്. ആ യേശുവിനെ ധ്യാനിച്ച് പ്രതികൂലങ്ങളിൽ തളരാതെ
നമ്മളുടെ ഓട്ടത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, പാപത്തോടുള്ള പോരാട്ടം 4-ാം വാക്യം ഇങ്ങനെയാണ്: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. യേശുവിനെ പോലെ സ്വന്തം പ്രാണൻ ത്യജിക്കുന്നത് വരെ അത്രത്തോളം ഒന്നും നമുക്ക് പോരാടേണ്ടി വന്നിട്ടില്ല. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് ഒരു പോരാട്ടമുണ്ട്. മുറുകെ പറ്റുന്ന പാപങ്ങളോട് ഒരു പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തെ അതിജീവിച്ചെങ്കിൽ മാത്രമേ ഓട്ടം നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് സ്ഥിരതയോടെ ഓടുവാനായിട്ട് സാധിക്കും. നമ്മളുടെ വ്യക്തിപരമായ സംഘടന, നമ്മുടെ വ്യക്തിപരമായ പോരാട്ടങ്ങൾ, പാപത്തോട്, ചില മേഖലകളോട് നാം നടത്തുന്ന ചില പോരാട്ടങ്ങൾ, 2 തരത്തിലുള്ള പോരാട്ടങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒന്ന്, പാപത്തോടുള്ള നമ്മളുടെ പോരാട്ടം. 2, പാപികൾ നമുക്കെതിരായി നിൽക്കുമ്പോൾ അതിനോടുള്ളൊരു പോരാട്ടം. നമ്മെ എതിർക്കുന്നവർ, നമ്മെ ശത്രുക്കളായി കണക്കാക്കി നമ്മെ എതിരിടുന്നവർ, ഇവരോടുള്ള പോരാട്ടം. ഈ പോരാട്ടത്തിലെല്ലാം തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഇതെല്ലാം സഹിക്കുകയും അതിജീവിക്കുകയും ചെയ്ത് യേശുവിനെ നോക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഈ ഓട്ടം മുന്നോട്ട് ഓടുവാൻ നമുക്ക് കർത്താവിന്റെ സഹായം നമുക്ക് ചോദിക്കാം. ദൈവമേ, നീ എന്നെ സഹായിക്കണം. എനിക്ക് നീ വെച്ചിട്ടുള്ള ഒരു ഓട്ടം, അത് എനിക്ക് മാത്രമേ ആ ഓട്ടം ഓടുവാൻ സാധിക്കൂ. എനിക്ക് പകരമായി ഓടുവാൻ വേറെ ആരുമില്ല. വ്യക്തിപരമായി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഓട്ടം അത് സ്ഥിരതയോടെ ഓടുവാൻ, അത് പൂർത്തിയാക്കുവാൻ, അതിന്റെ മുമ്പിൽ കടന്നു വരുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ, എതിർപ്പുകളെ അവഗണിച്ച് ആ ഓട്ടം നന്നായി ഓടി പൂർത്തിയാക്കുവാൻ യേശുവേ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരിൽ നിന്നും നേരിടുന്ന എതിർപ്പുകൾ, സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് കടന്നു വരുന്ന എതിർപ്പുകൾ, നമ്മുടെ ആരോഗ്യ പ്രശ്നം, മനസ്സിൻ്റെതായ സമ്മർദ്ദങ്ങൾ, മുറുകെ പറ്റുന്ന ചില പാപ സ്വഭാവങ്ങൾ, ഏതാണ് നമ്മളുടെ പോരാട്ട മേഖല? ഏതിനോടാണ് നാം പോരടിച്ചു കൊണ്ടിരിക്കുന്നത്? വിശ്വാസത്തിന്റെ ഒരു നായകനുണ്ട്. നമ്മെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. അവനെ ധ്യാനിക്കണം, അവനെ നോക്കണം. നമ്മളുടെ ഓട്ടം മുന്നോട്ട് നാം ഓടണം. അതിനുള്ള പ്രോത്സാഹനമാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നത്. തുടർന്ന് നാം 5-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശിക്ഷണത്തിന്റെ പ്രത്യേകതകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. ദൈവം നൽകുന്ന ചില പ്രബോധനങ്ങൾ അത് മറക്കാനുള്ളതല്ല, അത് ഓർമ്മയിൽ നമ്മൾ സൂക്ഷിക്കാനുള്ളതാണ്. ചില പ്രബോധനങ്ങൾ നമ്മൾ മറക്കരുത്.
മക്കൾക്ക് നൽകുന്ന ചില പ്രബോധനങ്ങൾ, അപ്പൻ മക്കൾക്ക് നൽകുന്ന ചില പ്രബോധനങ്ങളുണ്ട്. അതുപോലെ ഒരു പ്രബോധനമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. മകനെ എന്ന് വിളിച്ചിട്ടാണ് ഈ പ്രബോധനം നമുക്ക് നൽകുന്നത്. അവിടെ പറയുന്നു, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. കർത്താവ് ശിക്ഷിക്കുകയോ? ആ ശിക്ഷയെ നീ എന്ത് ചെയ്യരുത്? അതിനെ നീ നിരസിക്കേണ്ട കാര്യമില്ല. അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. ശാസിക്കുമോ? ശാസന വരുമ്പോൾ നീ മുഷിയരുത്. അവൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അവൻ അടിക്കുകയോ? അവൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും അവൻ തല്ലുന്നു. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിലുള്ള ഇന്റൻഷനാണ് പ്രധാനം. എന്തുകൊണ്ട് അവൻ ശിക്ഷിക്കുന്നു? എന്തുകൊണ്ട് അവൻ ശാസിക്കുന്നു? എന്തുകൊണ്ടാണ് അവൻ തല്ലുന്നത്? കർത്താവ് താൻ സ്നേഹിക്കുന്നു. ദൈവത്തിന് നമ്മളോട് സ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ നാം നേരിടുന്ന ശിക്ഷണം. ജീവിത സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെതായ രീതികൾക്കുണ്ട്. നമുക്ക് വന്നു ഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ നിന്നുമില്ല ദൈവം നമ്മളെ ചിലത് പഠിപ്പിക്കുവാൻ, ചില നല്ല വഴികൾ അവന് നമ്മളെ ഉപദേശിക്കാൻ, ചില ശാസനകൾ നമ്മളുടെ മുമ്പിൽ കടന്നു വരും. ഇതെല്ലാം സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പന് മക്കളോട് ഉള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് എന്ന് ഈ പ്രബോധനം മറക്കാതെ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കും. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലും, നമ്മുടെ ജോലി മേഖലകളിലും എല്ലാം വിശ്വാസത്തെ പ്രതി നമുക്ക് വന്നു ഭവിക്കുന്ന ഓരോന്നിന്റെയും നടുവിൽ നാം മറക്കരുത്, ദൈവത്തിന്റെ ശിക്ഷണം ഇപ്രകാരമാണ്. അവൻ സ്നേഹിക്കുന്നവനെ അവൻ ശിക്ഷിക്കും. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറും. ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറും. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയാണ്? എല്ലാവരും പ്രാപിക്കുന്ന ഈ ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ എല്ലാ പിതാക്കന്മാരും തങ്ങളുടെ മക്കളെ ശിക്ഷിക്കും. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ട്? നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിച്ചിട്ടില്ലേ? തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷ നൽകിയിട്ടില്ലേ? അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കിയില്ലേ?
അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുണ്ട്? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടയന്മാരത്ര. എല്ലാവരും പ്രാപിക്കുന്നു. മക്കൾക്ക് ഒരു കണക്കിന് അവകാശമാണെന്ന് പറയാവുന്ന ഈ ശിക്ഷ, ഈ ബാലശിക്ഷ, അത് കൂടാതിരിക്കുന്നു എങ്കിൽ, അത് നമുക്ക് വരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മക്കളല്ല, കൗലേടയന്മാരാണെന്നാണ്. കൗലേടയന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിഹിതമായിട്ടുള്ളവരാണ് എന്നുള്ളത്. മക്കളല്ല, അവിഹിതമായിട്ടുള്ള മക്കളാണോ? മക്കൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഈ ബാലശിക്ഷ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടയന്മാർ. വീണ്ടും നമ്മൾ 9ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലേ? ലൗകികരായ പിതാക്കന്മാർ അവർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങി, അവർ പറഞ്ഞ കാര്യങ്ങൾ നാം വണങ്ങി അതിന് വിധേയപ്പെട്ട് വന്നവരാണ് നാം. അങ്ങനെയെങ്കിൽ ലൗകികമായ മാതാപിതാക്കൾ, ലൗകികമായ പിതാക്കന്മാർ നമ്മളോട് ഇങ്ങനെ ചെയ്തപ്പോൾ നാം വിധേയപ്പെട്ടു എങ്കിൽ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നാം കീഴടങ്ങി ജീവിക്കണം. ദൈവത്തിന്റെ ബാലശിക്ഷകൾക്ക് വിധേയപ്പെട്ട്, അവന്റെ ശാസനകൾക്ക് വിധേയപ്പെട്ട്, അവൻ നൽകുന്ന തിരുത്തലുകൾക്ക് നാം വിധേയപ്പെട്ട് നാം കീഴടങ്ങി ജീവിക്കണം. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടത്. എന്തായിരിക്കണം നമ്മുടെ മനോഭാവം? ബാലശിക്ഷയോടുള്ള മനോഭാവം എന്തായിരിക്കും? നാം വിധേയപ്പെട്ട് നാം ജീവിക്കണം. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. എന്തിനാണ് ദൈവം ശിക്ഷിക്കുന്നത്? എന്തിനാണ് ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുന്നത്? പ്രിയമുള്ളവരെ, അത് നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ട്. അതിന്റെ ഗുണം ആർക്കാ? ഗുണം നമുക്ക് തന്നെയാണ്. അതിന്റെ ഗുണം, ആ ഒരു പ്രോഫിറ്റ്, ഈ ശിക്ഷണത്തിന്റെ പ്രോഫിറ്റ് ആർക്കാണ്? പ്രോഫിറ്റ് എനിക്കാണ്. കാരണം അതുമൂലം ഞാൻ കൂടുതലായി വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത് അത് എനിക്ക് ഒരു ഗുണമാണ്. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. ഒരു ശിക്ഷയും ആ ശിക്ഷ ഏൽക്കുന്ന സമയത്ത് നമുക്ക് അത് സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമല്ല, അത് ദുഃഖകരമാണ്, ദുഃഖമുളവാക്കുന്നതാണ് എന്ന് തോന്നും. എന്നാൽ പിന്നത്തേതിലോ അതിൽ അഭ്യാസം വന്നാൽ നീതി എന്ന സമാധാന ഫലം, നീതിയോടെ ജീവിച്ചാൽ, നീതിയിൽ നിലകൊണ്ട് ജീവിതത്തിന് സമാധാനം. നീതി എന്ന സമാധാന ഫലം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ശിക്ഷണങ്ങളെ
ദൈവത്തിന്റെ ശിക്ഷണങ്ങൾ, ഏറ്റെടുക്കേണ്ടി വരുന്ന കഷ്ടത, അത് നമ്മളുടെ ഗുണത്തിനാണ്, നമ്മെ കൂടുതലായി വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈ ഞെരുക്കങ്ങൾ? എന്തിനാണ് ഈ പങ്കപ്പാടുകൾ? എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നമ്മളുടെ ജീവിതം കടന്നു പോകുന്നത്? ചോദിച്ചിട്ടുണ്ടോ ഇതൊക്കെ എന്തിനാ ദൈവം? ഞാൻ ഇതിനു മാത്രം എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്തിനാ ദൈവമേ ഇത്ര മാത്രം കഷ്ടത എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഉത്തരം ഇവിടെയുണ്ട്. അപ്പൻ സ്നേഹിക്കുന്ന ഒരു മകനാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അവന്റെ വിശുദ്ധിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അവൻ ഒരുക്കി വെച്ചിട്ടുള്ള ഭവനത്തിൽ നാം എത്തിച്ചേരണം എന്ന ആഗ്രഹം അവനുള്ളത് കൊണ്ടാണ്. നാം ക്ഷീണിച്ചു പോകരുത് എന്നവൻ ആഗ്രഹിക്കുന്നു. നാം തളർന്നു പോകരുത് എന്നവൻ ആഗ്രഹിക്കുന്നു. അവളുടെ ഓട്ടം സ്ഥിരതയോടെ നാം ഓടുന്നത് കാണുന്നതാണ് അവന് ഇഷ്ടം. പ്രിയമുള്ളവരെ, ആകയാൽ 12ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും ബലപ്പെടുക. ദൈവത്തിൽ ബലപ്പെടുക. ദൈവത്തിൽ നാം കൂടുതലായി ഊർജസ്വലത പ്രാപിക്കുക. ആത്മീയമായ ഊർജസ്വലതയിലേക്ക് നാം കടന്നു വരിക. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും അത് ശക്തിപ്പെടുത്തുക. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുക. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തി. കാലിന് പാത നിരത്തി. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ കാലിന് പാത. പ്രിയമുള്ളവരെ, ആത്മീയമായ ഊർജസ്വലതയിലേക്ക്, ആത്മീയമായ ബലത്തിലേക്ക്, ആത്മീയമായ ഒരു പുതുക്കത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നും നാം ജയിക്കാത്ത മേഖലകൾ ഏതാണ്? ഇന്നും നാം പോരടിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകൾ ഏതാണ്? ഊർജസ്വലത പ്രാപിക്കണം, ബലപ്പെടണം. അതെ, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നാം നിവർത്തണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ കാലിന് പാത നിരത്തി നാം അതെല്ലാം ശരിയാക്കണം. എന്തിനാ? നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം തികയ്ക്കുവാൻ, നമ്മുടെ ഓട്ടം നന്നായി ഓടുവാൻ നാം കൂടുതലായി ഇനിയും ആത്മീയമായി നാം ബലപ്പെടേണ്ടി. തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ 14ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എല്ലാവരും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഒരു കാര്യത്തിൽ നാം ഉത്സാഹിക്കണം. ഏത് കാര്യത്തിലാണ് നാം ഉത്സാഹിക്കേണ്ടത്? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ നാം ഉത്സാഹിക്കുക. മറ്റുള്ളവരോട് സമാധാനം ആചരിപ്പാൻ നാം ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. 15ാമത്തെ വാക്യം: ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളു. ഉത്സാഹിക്കുക. എന്താണ്? സമാധാനം ആചരിപ്പാൻ ഉത്സാഹിക്കുക. ഇവിടെ പറയുന്നത് കരുതിക്കൊള്ളുക. എന്ത് കാര്യത്തിലാണ് നാം കരുതിക്കൊള്ളേണ്ടത്? ഒന്ന്, ദൈവകൃപ വിട്ട് പിന്മാറി പോകാതിരിപ്പാൻ നാം കരുതിക്കൊള്ളണം. മറ്റൊന്ന്,
വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നാം കരുതി. അനേകർ അതിനാൽ മലിനപ്പെടും എന്നുള്ളത് കൊണ്ട് കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നാം പ്രത്യേകം കരുതി. സമാധാനം ആചരിപ്പാൻ നാം ഉത്സാഹം. ദൈവകൃപ വിട്ടു പിന്മാറി പോകാതിരിക്കാൻ നാം കരുതിക്കൊള്ളണം. ഇതിനൊക്കെ ഒരു ഉദാഹരണമാണ് ഏശാവ്. അവന്റെ ജ്യേഷ്ഠാവകാശം അവൻ വിറ്റുകളഞ്ഞതാണ്. ദുർനടപ്പുകാരൻ, അഭക്തനാണ്. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞവനാണ്. ഏശാവിന്റെ ജീവിതത്തിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ, അവൻ ഇങ്ങനെയെല്ലാം നടന്നുവെങ്കിലും ഒരു ഘട്ടത്തിൽ അവൻ എത്തി നിന്നപ്പോ അവൻ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൻ തള്ളപ്പെട്ടു. മാനസാന്തരത്തിനൊരു ഇടം അവന് കിട്ടിയില്ല. അവൻ കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും ആ അനുഗ്രഹം അവന് കിട്ടാതെ. ചില കാര്യങ്ങൾ നമ്മൾ അവഗണിച്ച് പോയാൽ ഇങ്ങനെയാണ് അതിന്റെ ഫലം. നാം ആഗ്രഹിച്ചാലും കിട്ടാതെ. അതുകൊണ്ട് നാം കരുതിക്കൊള്ളണം. കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നാം കരുതിക്കൊള്ളണം. പിന്മാറി പോകാതിരിക്കാൻ നാം ഇന്ന് വരുന്ന അനുഗ്രഹത്തെ ഒഴിവാക്കി വിടുമ്പോൾ അവിടെ നാം കരുതിക്കൊള്ളണം. കാരണം പിന്നീട് ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാലും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ആകയാൽ പ്രിയമുള്ളവര്, ഏശാവിനെ പോലെ അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു. കണ്ണീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് അവൻ ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നു. ചില ഉത്തരവാദിത്തങ്ങളിലേക്കാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. ചില സാമൂഹ്യപരമായ ചില ഉത്തരവാദിത്തം, സമാധാനം ആചരിപ്പാനുള്ള കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം, ഭക്തിയോടെ ജീവിക്കാനുള്ള ഉത്തരവാദിത്തം, നല്ല നടപ്പിൽ ജീവിക്കാനുള്ള ഉത്തരവാദിത്തം, അനുഗ്രഹത്തെ വിറ്റുകളയാതിരിക്കാനുള്ള ഉത്തരവാദിത്തം. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളിൽ നാം ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് ചില ആത്മീയ നഷ്ടങ്ങൾ അത് നമുക്ക് തിരുത്താൻ പറ്റാത്ത, മടക്കി കിട്ടാത്തതാണ്. ഏശാവിന് അത് അങ്ങനെ സംഭവിച്ചു. എന്നാൽ നമുക്കതുപോലെ സംഭവിക്കരുത് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാകുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുക, കൂടുതലായി സമാധാനം കാണും, കൂടുതലായി വിശുദ്ധീകരണത്തിലേക്ക് നാം ആത്മീയമായ അനുഗ്രഹത്തിന് പകരം വയ്ക്കുന്നു. മറ്റൊന്നിന്റെയും പിന്നാലെ നാം പോകാൻ ദൈവം അവന്റെ വിശുദ്ധിയിലേക്കാണ് നാം ഓരോരുത്തരെയും വിളിക്കുന്നത്. മഹത്വകരമായ ഒന്നിലേക്കാണ് അവൻ നമ്മെ ക്ഷണിക്കുന്നതായ ആ ഒരു ഫെലോഷിപ്പ്, അത് മഹിമയുള്ള ഒന്നാണ്, വിലപിടിപ്പുള്ള ഒന്നാണ്. 13-ാം വാക്യം മുതൽ നാം താഴേക്ക് വായിക്കുമ്പോൾ അവൻ നമ്മെ വിളിച്ച ആ കൂട്ടായ്മ എത്രത്തോളം വിലയുള്ളതാണ്, വിലപിടിപ്പുള്ളതാണെന്ന് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. എന്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്? സ്ഥൂലമായത്. 18-ാമത്തെ വാക്യം, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നു.
ഈ പുതിയ നിയമ വിശ്വാസികളായ നാം ഓരോരുത്തരും വന്നിട്ടുള്ളത് എന്തിലേക്കല്ല? സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് അടുത്തല്ല നമ്മൾ വന്നിട്ടുള്ളത്. മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ല നമ്മൾ വന്നിട്ടുള്ളത്. ഏതാണ് ഇവിടെ പറയുന്നതായ ഈ പർവ്വതം? സീനായി പർവ്വതമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തീ കത്തിയ ആ പർവ്വതം. സീനായി പർവ്വതത്തിലേക്കല്ല നമ്മൾ അടുത്ത് വന്നിട്ടുള്ളത്. പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്രകാരമായിരുന്നു. മേഘതമസിലും കൂരിരുട്ടിലും കൊടുങ്കാറ്റിലും കാഹളനാദത്തിലും വാക്കുകളുടെ ശബ്ദത്തിലും ഘനമേറിയ ദൈവിക ഇടപെടൽ, അടുത്തു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ ഗംഭീരമായ സമ്പർക്കങ്ങൾ, ഇപ്രകാരം സ്ഥൂലമായ തീ കത്തിയിരുന്ന, ഭയത്തോടെ മാത്രം അടുത്തു ചെല്ലാൻ കഴിയുന്ന, ഭയത്തോടെ മാത്രം നോക്കിക്കാണാൻ കഴിയുന്ന സീനായി പർവ്വതത്തിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചിട്ട്. നീ ഏതിലേക്കാണ്? അടുത്ത വാക്യം 19-ാം വാക്യം ഇങ്ങനെയാണ്: ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. നമുക്കറിയാം, ഇസ്രായേൽ ജനം അവർ അപേക്ഷിച്ചതാണ്. ആ ശബ്ദം കേട്ടവർ, ദൈവത്തിന്റെ ആ മഹാനാദം കേട്ട് അവർ ഭയപ്പെട്ടു. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. എന്നാൽ 20-ാമത്തെ വാക്യത്തിലേക്ക് വരും: ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പനയെ അവർക്ക് സഹിച്ചുകൂടാ. എന്താണ് സീനായി പർവ്വതത്തിന്റെ പ്രത്യേകത? ശുദ്ധമായ ഒന്നിനും അതിനോട് സമീപിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ദൈവത്തിന് യോഗ്യമല്ലാത്തത് ഒന്നിനും അതിനോട് അടുക്കുവാൻ കഴിഞ്ഞില്ല. ഒരു മൃഗമെങ്കിലും ആ പർവ്വതത്തിൽ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പനയെ അവർക്ക് സഹിച്ചുകൂടാ. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമാണ്. ദൈവത്തിന്റെ മഹത്വത്തെ അവൻ കണ്ടത്, അവൻ ഭയപ്പെട്ടു. അടുത്തു ചെല്ലാൻ കഴിയാത്ത അത്ര പവിത്രവും ശ്രേഷ്ഠവുമായിരുന്ന സീനായി പർവ്വതം ഒരു വശത്ത് നിൽക്കുന്നേ, ആ സീനായി പർവ്വതത്തിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചത്. പിന്നെയോ 22-ാമത്തെ വാക്യം: സിയോൻ പർവ്വതത്തിന് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിൽ അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിൽ, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പൊതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. സീനായി പർവ്വതത്തിലേക്കല്ല നമ്മൾ അടുത്ത് വന്നിട്ടുള്ളത്. ഏത് പർവ്വതത്തിലേക്കാണ്? സിയോൻ പർവ്വതം. അതിന്റെ സവിശേഷതകൾ, നമ്മൾ അടുത്ത് ചെന്നിട്ടുള്ള ആ ഒരു ഗണം, ഇന്ന് നമുക്ക് സഹിതമുള്ള ആ ഒരു കൂട്ടുകെട്ട്, അതിൽ ആരൊക്കെ എങ്ങനെയും നമുക്ക് പിന്നാലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട്. പ്രിയമുള്ളവര്, പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെ ഒടുക്കം എത്തി നിന്നു. അവൻ ഇപ്രകാരം പറയാൻ, പ്രാഗൽഭ്യത്തോടെ അവൻ പറയാൻ സാധിച്ചു: ഞാൻ നല്ല ഓട്ടം പൊരുതി, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീ നീതിയുടെ കിരീടം എനിക്കായി. ഈ ഓട്ടം പൗലോസിന് മാത്രം
ഈ ഓട്ടം ശിഷ്യന്മാർക്ക് മാത്രം, പത്രോസിന് മാത്രം, യോഹന്നാന് മാത്രമല്ല. ഓട്ടം ഓടിയ നീണ്ട ഒരു പട്ടിക നമ്മൾക്ക്. പഴയ നിയമ പിതാക്കന്മാരൊക്കെ വിശ്വാസത്തിന്റെ ഓട്ടം ഓടിയവരാണ്. ഈ ഓട്ടത്തിലാണ് ഞാനും ഒരു വിശ്വാസത്തിന്റെ ഒരു ഓട്ടം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗം. എങ്ങനെയുണ്ട് നമ്മളുടെ ഓട്ടം? തളർന്നിരിക്കുകയാണ്, മടുത്തുപോയ, സഹനശക്തി നഷ്ടപ്പെട്ടു പോയ, വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നതായ യേശുവിനെ നമ്മുടെ മുൻപിൽ ഒരു പ്രത്യാശ, ഒരു സ്വർഗീയ കനാൻ നമ്മളുടെ മുൻപിലെ പ്രത്യാശയാണ്. കർത്താവിനോടൊപ്പമുള്ള വാസം നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹമാണ്. അതിലേക്കുള്ള പ്രയാണത്തിലാണ് നാം ഓരോ വിശ്വാസത്തിന്റെ സ്ഥിരതയോടെ ഭാരവും പാപവും വിട്ട് ആ ഓട്ടം കർത്താവെ, നീ എന്നെ അധികമായി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥന കണ്ണുകളെ അടയ്ക്കും. ഞങ്ങളുടെ നല്ല ദൈവം, കർത്താവെ, ഞങ്ങൾക്ക് പുകഴാനൊന്നുമില്ല. കണക്ക് നോക്കിയാൽ ഒരു കൂട്ടം തെറ്റുകളും ഒരു കൂട്ടം പാപങ്ങളും ദോഷങ്ങളും മാത്രമേ ഞങ്ങൾക്ക് എണ്ണി പറയാൻ. എന്നാൽ നിന്നെ കാണുവാനും രുചിച്ചറിയുവാനും ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഞങ്ങളെ നീ സഹായിച്ചു. നിന്നെ കണ്ടെത്തുവാനുള്ള ഒരു കൃപ നീ ഞങ്ങൾക്ക്, ഒരോട്ടത്തിലേക്ക് നീ ഞങ്ങളെ വിളിച്ചു. കർത്താവെ, ആ വിശ്വാസത്തിന്റെ ഓട്ടം മങ്ങിപ്പോകാതെ, നിലച്ചു പോകാതെ, തണുത്തു പോകാതെ, കർത്താവെ അണഞ്ഞു പോകാതെ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കും. കർത്താവെ, അതിനായ നിന്റെ അനുഗ്രഹം, നിന്റെ കൃപ, നിന്റെ സഹായം ഞങ്ങൾ ചോദിക്കും. തളർന്നു പോകാതെ നീ ഞങ്ങളെ നടത്തും, ഞങ്ങളെ നീ ബലപ്പെടുത്തും. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. ആമേൻ.